ഈ കേരള സ്റ്റോറി എന്ന സിനിമ ചിലർക്കൊക്കെ വലിയ അസഹിഷ്ണുത ഉണ്ടാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ശ്രീ രാധാകൃഷ്ണൻ കേരള സ്റ്റോറി കണ്ടല്ലോ? കണ്ടു. ഞാൻ കണ്ടില്ല. ഞാൻ ഈ പത്രമാധ്യമങ്ങളിലും ഒക്കെ ചർച്ച ചെയ്യുന്നത് വായിക്കുക മാത്രമേ അല്ലെങ്കിൽ കേൾക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്താണ് കേരള സ്റ്റോറിയിൽ യഥാർത്ഥത്തിൽ? കേരള സ്റ്റോറി ശരിക്കും ഈ ലവ് ജിഹാദിൻ്റെ ഒരു കഥ അതിൽ സൂചിപ്പിക്കുന്നു. ഒരു നിമിഷപ്രിയ ഉണ്ടല്ലോ, അതെ, പോയി ISL ചേർന്നിട്ട് തിരിച്ചു വന്ന് അവരുടെ ആത്മകഥയൊക്കെ കൂട്ടി എഴുതിയിട്ടുള്ള അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. കേരളത്തിന് ദോഷകരമാകുന്ന രീതിയിലുള്ള ഒരു വാക്കുകളോ ഒന്നും അതിലില്ല. മുസ്ലിം സഹോദരങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നില്ല. അതിൽ പ്രതിപാദിക്കുന്നുണ്ട്, തീവ്രവാദികളെ പ്രതിപാദിക്കുന്നുണ്ട്, മതരാഷ്ട്രവാദികൾ പ്രതിപാദിക്കുന്നുണ്ട്, ഇത്തരത്തിൽ സ്നേഹം നടിച്ച് കുട്ടികളെ ഗർഭിണിയാക്കിയിട്ട് പൊന്നാനിയിൽ പോയി മതം മാറ്റം ചെയ്യിപ്പിക്കുന്നതിനെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നുണ്ട്. അത് കേരളമായിട്ട് എന്ത് ബന്ധം? സാധാരണ ഇവിടെ നടക്കുന്നതല്ലേ. എത്രയോ സംഭവങ്ങൾ ഇവിടെ നടന്നു. ഈ ലവ് ജിഹാദ് ഏകദേശം 10-20 വർഷത്തിന് മുമ്പേ ചേട്ടന് എനിക്കും അറിയാവുന്നതാണ്. നമ്മുടെ പ്രമുഖ എഴുത്തുകാരി സുരയ്യെ, കമലാദാസിനെ മഹം മാറ്റി സുരയ്യാക്കിയതെങ്ങനെ? ഒരു രാജ്യസഭയുടെ MP അല്ലേ? അതെ. അദ്ദേഹത്തിന് എന്തുമാത്രം അതിൻ്റെ റോയലിറ്റി ഇസ്ലാമിസ്റ്റ് രാഷ്ട്രത്തിന് കിട്ടിയിട്ടുണ്ട്. അത് കേരളത്തിലെ ചർച്ചാ വിഷയമാണ്. അതുമുതലാണ് ലവ് ജിഹാദ് കേരളത്തിലേക്ക് വന്നിട്ടുള്ളത്. എത്രയോ 10 ലക്ഷം ഡോളർ എന്തോ കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആ ഒരു പ്രശസ്ത പരമോന്നത കുടുംബത്തിലുള്ള ഒരു സ്ത്രീയെ, പ്രമുഖ എഴുത്തുകാരിയെ നാലപ്പാട് കുടുംബത്തിൽ നിന്ന് കബറടക്കുവാൻ വേണ്ടി ഒരു ജിഹാദി നാടകം കളിച്ചത്. അത് മതമേലധ്യക്ഷന്മാരായ മുസ്ലിം മുള്ളമർദിനെ അത് സമ്മതിക്കുന്ന കേസാണ് ആ രാജ്യസഭാ MP കാണിച്ചിട്ടുള്ളത്. പല പണ്ഡിതന്മാരും അതിനെ എതിർത്തിട്ടുള്ളതാണ്. ആ കാലം മുതൽ ഇങ്ങോട്ടാണ് കേരളത്തിൽ ലവ് ജിഹാദും ഇത്തരത്തിലുള്ള പ്രേമങ്ങളും എല്ലാം നടിച്ച് ഹിന്ദു കുട്ടികളെയും ക്രിസ്ത്യൻ കുട്ടികളെയും ഗർഭിണികളാക്കി ലവ് ജിഹാദ് ചെയ്ത് സെക്കൻഡായിട്ട് ഉപേക്ഷിച്ച് ചില ഉസ്താദന്മാർക്ക് കാഴ്ചവെക്കുന്നു എന്നെങ്കിൽ പറയാം. ആ ചരിത്രങ്ങളുണ്ട്. പക്ഷെ കേരളത്തിലെ ഒരു സംഘടന മാത്രമല്ലേ അത് എതിർക്കുന്നുള്ളൂ, DYFI എന്ന് പറയുന്ന സംഘടന മാത്രം. കോട്ടയം തിയേറ്ററിലെ വയോവൃദ്ധരായ 2 അമ്മമാർ എന്താണ് സത്യം സിനിമകൾ കൂടി കാണാമെന്ന് പോയപ്പോൾ അവരെ വിരട്ടി. അച്ഛനും അമ്മയും പ്രായമുള്ള, എന്തിന് ആ പോയ പയ്യന്മാരുടെ അമ്മുമ്മയ്ക്കും അപ്പൂപ്പനും പ്രായമുണ്ട്, അവരൊന്ന് കണ്ടോട്ടെ എന്ന് കേണപേക്ഷിക്കുന്നു. ഇതാണോ ആവിഷ്കാര സ്വാതന്ത്ര്യം? കേരളത്തിലെ പുരോഗമന കലാസംഘവും പുരോഗമന പ്രസ്ഥാനങ്ങളെന്ന് പറയുന്ന എഴുത്തുകാരുമുള്ള ഈ കേരളത്തിൽ കൊച്ചി ഭാഗത്തൊക്കെ വരുന്നവരെ വിരട്ടി ഓടിക്കുന്നുണ്ട്. ഞാൻ കണ്ട തിയേറ്ററിൽ, അവരുടെ സ്ഥലത്തെ തിയേറ്ററിൽ നിന്ന് തന്നെ ഞാൻ കണ്ടത്. അവിടെ വലിയ വിരട്ടനൊന്നും വന്നിട്ടില്ല. ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞു റിലീസിങ് അപ്രൂവൽ. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സെൻസർ ബോർഡ് മെമ്പർമാർ സർട്ടിഫിക്കറ്റ് ചെയ്തു. അതിനകത്തൊരു ഇല്ല. അവർ പറയുന്ന കുറേ നോംസുകളുണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സെൻസർഷിപ്പ് ബോർഡിൽ. അത്തരമൊന്നും അതിൽ പ്രതിപാദിക്കുന്നില്ല. ഒരു മതത്തെ വിദ്വേഷമില്ല, ഒരു രാഷ്ട്രത്തിൻ്റെ വിദ്വേഷമില്ല, ഒരു പ്രദേശത്തിൻ്റെ വിദ്വേഷമില്ല. ചില സംഘടനകളുള്ള തീവ്രവാദികൾ ഇങ്ങനെയാണ് കേരളത്തെ ലവ് ജിഹാദിലേക്ക് നയിക്കുന്നു എന്നുള്ളൊരു ഇത് വരുമ്പോൾ അതിൽ പ്രത്യേക ടോക്കനും ഇടുന്നുണ്ട്. ആ സ്ഥലത്ത് ഒരു മതത്തെയും പ്രീണിപ്പിക്കുകയോ ഒരു ആരാധനാ രീതിയെ നിഷേധിക്കുകയോ ചെയ്യുന്ന അല്ലാന്ന് കാർഡിടുന്നുണ്ട് സിനിമയിൽ. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സെൻസർഷിപ്പ് നോംസ് അനുസരിച്ച് ഉള്ള റിലീസിങ് അനുമതി ഉദ്യോഗസ്ഥർ കൊടുത്തിട്ടുള്ള സിനിമ. അതിനു വേണ്ടിയാണ് കേന്ദ്ര സെൻസർഷിപ്പ് സർട്ടിഫിക്കറ്റേഷൻ ബോർഡുള്ളത്. അതൊന്നും ഇവിടുത്തെ DYFIക്കോ CPMനോ കുത്തക കൊടുത്തിട്ടില്ല ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഇവർക്കങ്ങനെ ഒരു തിയേറ്ററിൽ കയറി ആവിഷ്കാര സിനിമ കാണുന്നവരെ ദ്രോഹിക്കേണ്ട അനുവാദം കൊടുത്തിട്ടില്ല. ഇത് സാംസ്കാരിക കേരളം ചർച്ച ചെയ്യണം, സമ്പന്ന കേരളം ചർച്ച ചെയ്യണം, ഇവിടുത്തെ പുരോഗമന കലാ സാഹിത്യ സംഘം ചർച്ച ചെയ്യണം, ഇവിടുത്തെ DYFIയുടെ മതേതര സ്നേഹികൾ ചർച്ച ചെയ്യണം, ഇവിടുത്തെ CPMൻ്റെയും SFIയുടെയും നേതാക്കൾ ചർച്ച ചെയ്യണം. അതുകൊണ്ടാണ് ഇവർ കലിമ, നമ്മുടെ IT നെയ്യാറ്റിൻകര അവിടുത്തെ ഉത്സവത്തിൻ്റെ പേരെന്താ, ബാനറിലെ കലിമ ആരാ ചൊല്ലിയത്? പകൽഗാമിലെ അത്രയും പേരെ ലിംഗം നോക്കി വെടിവെച്ച് കൊന്ന് കലിമ ചൊല്ലാത്തതുകൊണ്ടാണ്. ആ തീവ്രവാദികളുടെ ക്യാപ്ഷനല്ലേ ഇവിടെ SFI വാടകയ്ക്കെടുത്ത് IT ഉപയോഗിച്ചത്.
ഇത് രാജ്യദ്രോഹമല്ലേ? അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത് ഇതിനകത്തൊരു മതവിദ്വേഷവുമില്ല, റിലീസ് അപ്രൂവൽ എന്ന് പറഞ്ഞു കൊടുത്തേനെ. ഇവിടുത്തെ പരമോന്നത കോടതിയായി വരുന്ന DYFI കോടതി തിയേറ്ററിൽ പോയി ജനങ്ങളെ തിരിച്ചറിയുക. അപ്പോൾ തിരുവനന്തപുരം പോലുള്ള പട്ടണങ്ങൾ 45 വർഷം അവർ ഭരിച്ചിട്ട് ജനം പുച്ഛിച്ചത്, ഇനിയും അവർക്ക് അഹന്ത മാറിയിട്ടില്ല, ഇനിയും അവർക്ക് ധാർഷ്ട്യം മാറിയിട്ടില്ല, ഇനിയും അവർക്ക് അധികാരത്തിൻ്റെ ഹുങ്ക് മാറിയിട്ടില്ല. ഇത് ബഹുമാനപ്പെട്ട CM, നിഷ്പക്ഷവാദിയായ CM മൗനം ഭജിക്കുന്നത് എന്തിനാണ്? ഇത്തരം വ്യക്തികൾക്കെതിരെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ കേസെടുക്കുവാൻ വകുപ്പുണ്ട്. അല്ലെങ്കിൽ ഇത്തരം വിവാദം കോടതി പറഞ്ഞിട്ട് ഈ സ്റ്റേഷനിലെല്ലാം ബഹുമാനപ്പെട്ട പോലീസ് പിക്കറ്റിംഗ് ചെയ്യാതെന്താ? എൻ്റെ ചേട്ടൻ ആലോചിച്ചോണ്ടേ, എൻ്റെ കൈയുടെ പൈസ കൊടുത്ത് ഞാൻ സിനിമ കാണാൻ ചെന്നിരിക്കുന്ന എന്നെ ഇറക്കി വിടാൻ DYFIക്കാർ വരുന്നു. അവർക്ക് ഇവിടുത്തെ കോടതിയുടെ ഇത് കൊടുത്തിട്ടുണ്ടോ? ഇവരാണ് പിന്നെ നരേന്ദ്രമോദി ഫാസിസ്റ്റാണ്, ഫാസിസ്റ്റ് ഭരണകൂടമാണ് എന്നൊക്കെ പറയുന്നത്. അപ്പം താങ്കളുടെ പിന്നെ സ്വാതന്ത്ര്യത്തെയാണ് ഇവിടെ ചോദ്യം ചെയ്തിരിക്കുന്നത്. കാരണം സിനിമ കാണാൻ വന്നിരിക്കുന്നത് താങ്കളെ ചോദ്യം ചെയ്യും. എൻ്റെ നടക്കേണ്ട സ്വാതന്ത്ര്യം, എൻ്റെ പറയേണ്ട സ്വാതന്ത്ര്യം, എൻ്റെ കലയോടുള്ള സ്വാതന്ത്ര്യം, എനിക്കൊരു കഥ കാണാനും അത് ആസ്വദിക്കാനുമുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം ഇവിടെ തടഞ്ഞിരിക്കുന്നു. DYFI, ഡെമോക്രാറ്റ് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. അവർ ഡെമോക്രാറ്റ് അല്ല, ഡേഞ്ചർ ഓഫ് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയാണ്. ഇത്തരം സംഘടനകളെ STFനെ നിരോധിച്ചതുപോലെ നിരോധിക്കേണ്ട കാലം വന്നിരിക്കുന്നു. ഇവർ ആരുടെ പ്രീണനത്തിന് വേണ്ടിയാ? ഇവരുടെ മുകൾ നേതാക്കന്മാർ പറഞ്ഞ സ്നേഹമാണ്. എന്താ? ഇപ്പോഴത്തെ മത നേതാവ് മോഡിയെ കണ്ടു, നമ്മുടെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ സാഹിബ്. പല നേതാക്കളുമായിട്ട് ആശയവിനിമയം നടത്തുന്നു. കേരളം ഒരു മാറ്റത്തേക്ക് വരുന്നു. അപ്പോൾ ഇവിടുത്തെ ചിലരുടെ വോട്ട് കരസ്ഥമാക്കണമെങ്കിൽ ഇത്തരം കോബ്രായങ്ങൾ കാണിച്ചാൽ മുസ്ലിം സഹോദരങ്ങളെ വോട്ട് കിട്ടുമെന്നൊരു വ്യാമോഹം കമ്മ്യൂണിസ്റ്റുകാർക്കും DYFIക്കാർക്കും ഉണ്ട്. അത് തിരുവനന്തപുരം കോർപ്പറേഷനോടുകൂടി ബഹുമാനപ്പെട്ട കേരളത്തിലെ ജനത സ്വീകരിച്ചിരിക്കുന്നു. ഉള്ള തെളിവാണ് തിരുവനന്തപുരത്തെ മേയർ. അപ്പോൾ അത്തരത്തിലുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെ ഒരക്ഷരം സച്ചിദാനന്ദൻ സഖാവും മിണ്ടുന്നില്ല. പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ നേതാവും മിണ്ടുന്നില്ല. 4 ചുമരുകൾക്കകത്തിരുന്നു കൊണ്ട് വിപ്ലവഗാനം എഴുതുന്ന പെരപ്പങ്കോട് മുരളി മിണ്ടുന്നില്ല. വലിയ വീട്ടിനകത്ത് പോയി പാത്രം കഴുകി കൊടുത്ത് വോട്ട് പിടിക്കാൻ പോണ പാർട്ടി സെക്രട്ടറി MA ബേബി മിണ്ടുന്നില്ല. വലിയ ആഗോളവൽക്കരണവും ഉദാരവൽക്കരണവും പെറ്റി ബൂർഷയും ഇതൊക്കെ പറയുന്ന ഗോവിന്ദമാഷ് മിണ്ടുന്നില്ല. ഇവരങ്ങ് കയറൂരി വിട്ടിക്കുക. ഇവിടെ ആരുമില്ല ചോദിക്കുവാൻ പറയാനും. അപ്പം അധികാരത്തിൻ്റെ ഹുങ്കും ധാർഷ്ട്യവും വരുന്ന തിരഞ്ഞെടുപ്പിൽ ഇത് അവർക്ക് തിരിച്ചടി ഉണ്ടാകും. കേരളത്തിൻ്റെ എഴുത്തുകാരോടുള്ള ദ്രോഹം, സിനിമാക്കാരോടുള്ള ദ്രോഹം, അത്തരത്തിലുള്ള ഒരു വിവാദമൊന്നും കേരള സ്റ്റോറി സെക്കൻഡ് സിനിമയിലില്ല. നല്ല കണ്ടുകൊണ്ടിരിക്കുന്ന ചില അർബൻ തീവ്രവാദികൾ ചെയ്യുന്ന നഗ്നമായ സത്യങ്ങൾ സിനിമ പ്രദർശിപ്പിക്കുന്നതാണ് നമുക്ക് വേണ്ടത്. എങ്കിൽ പിന്നെ ഇവർ കാശ്മീരി സിനിമ എതിർത്ത എന്തിനാ ഇവിടെ? അതിൽ ചില സത്യങ്ങൾ വിളിച്ചു പറയുന്നത് കൊണ്ടല്ലേ. ഈ പറയുന്നവർ മുക്കിന് പ്രസംഗിക്കുന്നല്ലോ മോഡി തീവ്രവാദിയാണ്, ആവിഷ്കാര സ്വാതന്ത്ര്യമില്ല എന്ന്. അവിടുത്തെ ഗോത്രയുടെ കലാപം നടന്ന് ശൂലം കുത്തി കുഞ്ഞിനെ എടുത്ത് ഉയർത്തിയെന്നൊക്കെ പറഞ്ഞല്ലോ. ഇവിടുത്തെ അന്നത്തെ CMO പാർട്ടി ലീഡറായിരുന്ന VS പോലും ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി അരുവിപ്പുറം വാർഷികത്തിന് വന്നപ്പോൾ സ്റ്റേജ് പങ്കിടുവാൻ തയ്യാറായില്ല. നരേന്ദ്രമോദി ജാതിയിൽ താഴ്ന്നവനായെന്നും പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ എന്തോ ഒക്കെ കൊല ചെയ്ത ആളെന്ന് പറഞ്ഞുകൊണ്ട് ആ പവിത്രമായ ഒരു ജാതി, ചേട്ടൻ ആദ്യം പറഞ്ഞ ആപ്തവാക്യം, ആ ആപ്തവാക്യത്തിൻ്റെ ലോകം അറിയപ്പെടുന്ന ഗുരുദേവൻ്റെ സന്നിധാനത്തിൻ്റെ ഉദ്ഘാടനത്തിന് ഗുജറാത്ത് മുഖ്യമന്ത്രി വന്നപ്പോൾ ഇവിടുത്തെ പാർട്ടി സഖാക്കൾ കസേരയുടെ അടുത്തിരിക്കുവാൻ അവജ്ഞ കാണിച്ച പ്രസ്ഥാനം ആണ്. അതിൻ്റെ ശിങ്കരികൾ ഇതും ചെയ്യും, ഇതിൻ്റെ അപ്പുറവും ചെയ്യും. അത് കേരള ജനത വരുന്ന മെയ് തിരഞ്ഞെടുപ്പിൽ വിധി എഴുതും. ഇത്തരത്തിലുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെ മിണ്ടാതിരിക്കുന്ന പുരോഗമന പ്രസ്ഥാനങ്ങളും വർഗ ബഹുജന പ്രസ്ഥാനങ്ങളും അവർക്ക് അനുകൂലമാണെന്ന് തെളിയിക്കുന്ന മൗനാനുവാദമാണ് CPM ഇവർക്ക് പിന്തുണ കൊടുക്കുന്നത്, ഇവരെ അറസ്റ്റ് ചെയ്യാത്തത്.